അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളിതാ വീട്ടിൽ പോയോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളോട്. ഇന്ന് നമ്മുടെ വ്ളോഗ് ചെറിയൊരു വ്ളോഗും കൂടിയാണ്, വളരെ ചെറിയ വ്ളോഗാണ്. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ ഞാൻ. ഒരുങ്ങി അവസാനം ഇതാ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരുക്കം. ഇതെൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് ഇടുന്ന ഒരു ബാഗാണ്, ഒരു കുട്ടി ബാഗാണ് കേട്ടോ. ഞാൻ അതിൽ എല്ലാ അൽക്കുലത്തെ സംഭവങ്ങളും ഇടും. എനിക്ക് അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഇല്ല, ഉള്ളതുകൾ കംപ്ലീറ്റ് ഇടും. അപ്പം ഞാനും അയ്യൻകുട്ടിയും കൂടിയാണ് പോകാൻ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിലാണ് കേട്ടോ പോണത്. ഭയങ്കര വലിയൊരു ട്രിപ്പിലാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ പതുക്കെ. ഞാൻ രണ്ട് ബാഗ് പാക്ക് ചെയ്തു, ഒരു ബാഗ് വീട്ടിൽ തന്നെ വെച്ചു, ഒന്നും കൊണ്ട് ഇറങ്ങി. വരുമ്പോൾ ഒരു ബാഗും എടുത്തിട്ട് വരും എന്ന് പറഞ്ഞേക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിൽ കയറി ഇതാ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കഹാനിയിൽ കയറാണ്ട് പോവാറില്ല കേട്ടോ എപ്പോഴും. പിന്നെ അതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഹാനിയിൽ കയറും. ഇതാണ് നമ്മുടെ കോട്ട. ചെറുപ്പത്തിൽ എപ്പോഴോ പോയ ഓർമ്മയാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്നോ വലിയൊരു പോയിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. ഞാനും കുട്ടികളും ഇക്കും കൂടി പോയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണണം എന്നുള്ളതൊന്നും. പക്ഷെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്ഥലമാണ് തോന്നുന്നു. തോന്നണമെന്നല്ല ആണ്. അങ്ങനെ ഞങ്ങൾ ഒരു പാക്കറ്റ് ഒറിയോ മേടിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ. ഞങ്ങളുടെ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചിരിക്കണം, നല്ലതല്ലേ. ഒലവക്കോട് കഴിഞ്ഞു, പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, അങ്ങനെ പോയി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് കഹാനിയിലോട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് 2-3 ബിസ്ക്കറ്റ് ബാക്കിയുണ്ട്, അപ്പോൾ അതും കൂടെ അങ്ങ് ഫിനിഷ് ആക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എപ്പോഴും ഫുഡ് അടിച്ചുകൊണ്ടാണ്, പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തന്നെ കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മളിതാ മണ്ണാർക്കാട് ടൗണിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് കുട്ടി വ്ളോഗ് ഇടാനൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ സമയം ഉണ്ടാവുക. വലിയ വ്ളോഗൊന്നും നടക്കൂല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 2 വ്ളോഗൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം, കുഞ്ഞു വ്ളോഗുകൾ. അങ്ങനെ നമ്മൾ കഹാനിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ച് പിന്നെ മോൻക്ക് ഐസ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ താഴെ ഐസ് സ്പോട്ടിൽ പോയിട്ട് അവനക്കൊരു ഐസൊക്കെ മേടിച്ചു കൊടുത്തു. ഞാൻ കഴിച്ചില്ല കേട്ടോ, എനിക്കെന്തോ ഐസ് കഴിക്കാൻ പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അവനക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ട് അവന് കഴിച്ചു. പിന്നെ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്നാക്കാൻ വിചാരിച്ചു. ഉമ്മ മീൻകറി, അതുപോലെ ചക്ക, പിന്നെ കപ്പ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറൊക്കെ. നമ്മളൊരു 1:30-2 മണിയാവുന്ന നേരത്ത് വീട്ടിലോട്ട് എത്തും ചെയ്തു. ഈവനിങ് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ വാഗമണ്ണിലോട്ടാണ് പോകുന്നത്. ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ. അപ്പോൾ 31 ടൂർ പോവുകയാണ്. എന്താല്ലേ, എപ്പോഴെങ്കിലും അവർക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ, നമുക്ക് മാത്രം മതിയോ ചേഞ്ചൊക്കെ. അപ്പം ഞാനും സിസ്റ്ററും ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ പോകുന്നത്. നമ്മളിതാ ചോറ് കഴിക്കുന്നു കേട്ടോ. നല്ല പൂമീൻ കറിയാണ്, പിന്നെ ഇടിച്ചക്ക ഉപ്പേരിയുണ്ട്, പിന്നെ ചക്കപ്പുഴുക്കുണ്ട് കേട്ടോ. ഇങ്ങനെ നാടൻ ഫുഡ്. മട്ടരിച്ചോറ് പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്, പക്ഷെ മട്ടരിച്ചോറ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ചോറ് എടുത്തിട്ട് കഴിച്ചു. പിന്നെ അതാ നമ്മൾ ഈവനിങ് ആണ് വ്ളോഗ് എടുത്തത്. രാത്രി ഉമ്മാൻ്റെ ഒരു അനിയത്തിയുടെ വീട്ടിൽ എല്ലാവരും കൂടെ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് മോർണിംഗ് ആണ് അവർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ അല്ലേ, നല്ലൊരു അടിപൊളി ട്രിപ്പ് ആവട്ടെ, നല്ല എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോയിൽ ഉമ്മ പോകും. അവിടുന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് അണിച്ച് പോകും. അത് ഞാൻ കൊണ്ടുവിടാൻ പോവാന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, രാത്രിയായില്ലേ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മ മാത്രമായിട്ട് പോയി. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് 36 പോവുകയും ചെയ്തു. എൻജോയ് ചെയ്ത് വരട്ടെ, അത്രയേ ഉള്ളൂ പ്രാർത്ഥന. പിന്നെന്താണ് വിശേഷം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നമ്മളിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ വന്നിരുന്നാലാണ് ഉമ്മാക്ക് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അനിയത്തി രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വരുമ്പോണ്ടല്ലോ മിഠായി അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിഠായി അപ്പം. പിറ്റേ ദിവസം രാവിലെ അപ്പം തന്നെ കുറേ എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെയും കഴിച്ചു. അങ്ങനെ രാവിലെ എണീച്ച് കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് സിറ്റൗട്ടിൽ കുറച്ചു നേരമൊക്കെ ഇരുന്ന് പിന്നെ പോയി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച്. നമ്മൾ വലിയ കുക്കിംഗ് ഒന്നുമില്ല, ഇന്നലത്തെ കറി ഉപ്പേരിയൊക്കെ ഉണ്ട്, അപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി. അതുകൊണ്ട് വലിയ കുക്കിംഗ് ഒന്നും ഉമ്മ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
വന്നതും കുക്കിംഗ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ദോശക്കൊക്കെ ആട്ടി വെച്ചിരുന്നു. കറി അനിയത്തി എണിച്ച് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ചുട്ട് ഉപ്പാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനും കഴിച്ചു. അയൻകുട്ടി എണീക്കണേ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്ന ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ നേരത്തെ കഴിക്കും. നമ്മൾ 7-8:30 ആകുമ്പോഴത്തേന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ ചായയും കുടിച്ച് കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഷീറ്റ് അല്ലേ, റബ്ബർ ഷീറ്റ്, ഓക്കെ, വാപ്പ എടുത്ത് ഇങ്ങനെ പുകപ്പരയിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. കുറെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും, കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനൊരു സംഭവം. പിന്നെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് പോയി നമ്മൾ ഒരു മിഠായിപ്പം കൂടെ എടുത്ത് അതിങ്ങനെ കഴിച്ചു. മധുര കൊതിച്ചാണല്ലോ ഞാൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ, അതും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഒരു 8 മിനിറ്റെങ്കിലും വേണ്ടേ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു റെസിപ്പിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് തൽക്കാലത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പോണ വരെ ഇങ്ങനെ കുട്ടി കുട്ടി വ്ളോഗൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ലൈവ് വരാൻ പറ്റുകയാണെങ്കിൽ വരാം. ഇന്നലെ വരണം വിചാരിച്ചാണ്, പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാനാ തോന്നിയത്, അതുകൊണ്ട് കിടന്നു. രാവിലെ എണിച്ച് വാക്കിങ്ങിന് പോകണം വിചാരിച്ചിരുന്നു, അതും നടന്നില്ല. പിന്നെ വാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഞാൻ പെട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ടുവന്ന ശേഷമുള്ളൂ എനിക്ക് വാക്കിംഗ് ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോർമൽ